മുരാരി ബാബു എന്ന് പറയുന്ന ആനക്കള്ളൻ. ആനക്കള്ളൻ തന്നെ വിളിക്കാൻ തോന്നുന്നു. അയ്യോ, അത് അതിൽ കൂടിയ അതുക്കും മേലെ കള്ളൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അതിലും വലിയൊരു എന്തായാലും ഈ കള്ളൻ എന്ന് പറയുന്ന പെരുങ്കള്ളൻ ഉണ്ടല്ലോ, ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഓരോ ദിവസവും ഏറ്റുമാനൂരത്തെ കാര്യമാണ് പറയുന്നത്. ഓരോ ദിവസവും ദേവന്റെ തിടമ്പേറ്റേണ്ടത് ഏത് ആന എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ആനക്കള്ളൻ മുരാരി ബാബു ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിലും വലിയൊരു കൊള്ള ഈ മുരാരി ബാബു നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. സത്യമാണോ അത്? ഗജ ഫ്രോഡാണെന്നുള്ളതിനകത്ത് എന്താ സംശയം? ഇതുവരെ വന്ന തെളിവുകൾ വെച്ചിട്ട് ഗജ ഫ്രോഡാണ് ഇദ്ദേഹം. താൻ ഈ ഗജ ഫ്രോഡ് കള്ളം കാണിക്കാൻ ഇത്രയും സമർത്ഥനായിട്ടൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അതെ, അല്ലെങ്കിൽ പിന്നെ വെറും പച്ചക്കറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാള്, ഇപ്പൊ അവന് ചെറിയൊരു കട ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് വളർന്ന് വന്തലിച്ച് ഒരു വലിയ ശാഖപ്രശാഖകളായിട്ടൊരു വലിയ അരയാൽ വൃക്ഷമായിട്ട് എങ്ങനെ മാറി? അതിന്റെ തണലിലാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. കപ്പലണ്ടി കച്ചവടക്കാരൻ കോടീശ്വരനായിട്ട് ലോട്ടറി ഒന്നും അടിക്കാതെ തന്നെ ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയും. ഗജ ഫ്രോഡായിരുന്നാൽ മതി. ഇതുപോലെ തന്നെ ഇദ്ദേഹം ഇവിടെ ഏറ്റുമാനൂരിൽ കുറച്ച് നാൾ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലാണ്. ഏറ്റുമാനൂരിൻ്റെ കാര്യങ്ങൾ സ്വയം അങ്ങ് ഏറ്റെടുത്തു. അവിടെ അതിന് വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്. അയാളെയൊക്കെ മറികടന്നുകൊണ്ട് എന്താ ചെയ്തതെന്നറിയാം? ഏഴര പൊന്നാനയുടെ ക്ഷേത്രം അറിയാമല്ലോ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളു ഏറ്റുമാനൂരപ്പ പി ഭാസ്കരൻ എഴുതിയ അല്ലേ? ആ ഏഴര പൊന്നാനെ അടിച്ചുകൊണ്ട് പോയനെയാണ്. അധികം നാൾ അവിടെ ഇരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും കൊണ്ട് പോയിനെ. അതുപോലെ മനുഷ്യനാണ്. അതെ അതെ. സ്റ്റീഫൻ എന്ന് പറയുന്ന ആളെന്ന് വിഗ്രഹം മോഷ്ടിച്ചു, പക്ഷേ തിരിച്ചെടുപ്പിച്ചു. SP പിള്ളയൊക്കെ അന്ന് അമ്പലത്തിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച് വലിയ സമരമായി കൈയോടെ പിടികൂടി. സ്റ്റീഫൻ എന്ന് പറയുന്ന ആളായിരുന്നു വിഗ്രഹം മോഷ്ടിച്ചത്. അപ്പോൾ അന്നൊരു മന്ത്രി പറയുകയും ചെയ്തു, അതും കൂടെ പറയാം, ഇത് ഏറ്റുമാനൂരപ്പനല്ലേ, അദ്ദേഹം തന്നെ ആളെ പ്രതിയെന്ന് വെച്ചാൽ പിടിച്ചോണ്ട് വരട്ടെ എന്ന് പരിഹസിച്ച കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇയാൾ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുമ്പോൾ ഏഴര പൊന്നാന എഴുന്നള്ളത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ 7 ആന വേണം. ആന അവിടെ തന്നെയുണ്ട്. ഈ 7 ആനയും ലേലത്തിന് വിളിക്കാനുള്ള ഏക്കം ലേലത്തുകയാണ് ഏക്കം എന്ന് പറയും. ഇയാൾ അങ്ങ് ചുമതല ഏറ്റേക്കുക. ഓരോ ആനയ്ക്കുള്ള പൈസ ഇത്ര ആണെന്നുള്ള ചുമതലയൊക്കെ ഇയാൾ ഏതാനയെ വേണം. അതുപോലെയാണ് ഈ തിടമ്പേറ്റുക എന്ന് പറയുന്നത്. ഏതാന ഇവിടെ നിൽക്കണം. കാരണം ഉടമസ്ഥന് തോന്നുകയാണ് എൻ്റെ ആനയും നടുക്ക് നിർത്തണം. അവിടെ ആണല്ലോ എടുപ്പ് തിടമ്പേറ്റുന്നത്. അതിനുള്ള ഫണ്ട് അവരുടെ നിന്ന് വാങ്ങും. മിക്കവരും ഇത് സൗജന്യം ഒരു ക്രെഡിറ്റാണ്. അവരുടെ ആന ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുത്ത് തിടമ്പേറ്റി എന്നൊക്കെ പറയുന്നു. സൗജന്യമായിട്ട് അങ്ങ് കൊടുക്കും. സൗജന്യമായിട്ട് കൊടുക്കുക മാത്രമല്ല, നടുക്ക് നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൈസയും വാങ്ങിക്കും. ഈ പൈസ എല്ലാം സ്വന്തമാക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും തീരാഞ്ഞിട്ട് ആർത്തി തീരാഞ്ഞിട്ട് പുള്ളി അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറെ കൊണ്ട് ഒരു കത്ത് എഴുതിച്ചിട്ട് ശബരിമലയ്ക്ക് വിട്ടു. എന്തോ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അതായത് ആന ലേലം ഇനത്തിൽ ഞങ്ങൾക്ക് 223.57 ലക്ഷം രൂപ വേണം. കാരണം ഇത്രയും ആനയെ ലേലം പിടിച്ചില്ലേ. അപ്പൊ ചുമ്മാ പറയുന്ന ചുമ്മാ അവിടെ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്, അവർക്ക് അതിനുള്ള ഫണ്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഉത്സവ കമ്മിറ്റി പിരിവെടുക്കുന്നുണ്ട്. ആ തുക കൊണ്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അവിടെ എന്തോ വരവാ കിട്ടുന്നതെന്നറിയാം. അങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ദേവസ്വത്തിൽ നിന്ന് കത്ത് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഗജ ഫ്രോഡാണെന്ന് നോക്കണേ. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? സ്പോൺസർമാരുണ്ട്, പല സ്പോൺസർമാർ. ഇതാ ഇങ്ങനെ ഒരു ആനയൊന്ന് വാടകയ്ക്കണം, പൈസ കൊടുക്കാൻ പണമുള്ള ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ ഏറ്റുമാനൂരില്ലേ. വിശ്വാസികൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ പൈസ എല്ലാം കൊടുത്തു കാണും. മനസ്സിലായി? അങ്ങനെ പല സ്പോൺസർമാർ കാണും. ഈ കണക്കൊന്നും കൊടുക്കുകയില്ല. ദൈവത്തിന് വേണ്ടി കൊടുത്തതല്ലേ, എന്തിനാ ഇങ്ങനെ കണക്കെന്നും പറഞ്ഞ് കൊടുക്കുകയില്ല. ഇതെല്ലാം അടിച്ചങ്ങ് മാറ്റും. മുരാരി ബാബു കൊടുക്കേണ്ടവർക്കൊക്കെ വീതവും കൊടുക്കും. എന്നിട്ട് ഒരൊറ്റ സ്പോൺസറേ ഉള്ളൂ എന്ന് കാണിച്ച് അതിൻ്റെ തുക മാത്രം കാണിക്കും. ഒരൊറ്റ ആളിൻ്റെ മാത്രം 10ഓ 15ഓ എത്ര പേര് വേണമെങ്കിലും തയ്യാറാണ് അവിടെ. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുക്കാൻ ദൈവത്തിന് വേണ്ടി. അങ്ങനെയല്ലേ ആനയെ തന്നെ സമർപ്പിക്കുന്നത് നടക്കൽ ചിലർ ഭക്തർ. അത് എന്തെല്ലാം സംഭാവനകളാണ് ചെയ്യുന്നത്. ഇപ്പം കുമാരനെല്ലൂർ തന്നെ അവിടുത്തെ സ്വർണം പൊതിഞ്ഞ വാതിൽ
കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ദിനമലർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ദിനമലർ പത്രത്തിൻ്റെ ഉടമകളാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഇത് കിട്ടുമെന്നറിയോ? അവിടെ ഒരു വേറെ ദേവസ്വത്തിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യമില്ല. അവിടാണ് ഒന്നും വേണ്ടാത്ത അടിച്ചു മാറ്റാനുള്ളത് മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ടാണ് പറയുന്നത് 23.75 ലക്ഷം രൂപ കൂടി ഇനി വേണം അമ്പലച്ചെലവിന് ദേവസ്വം തരണമെന്ന് പറഞ്ഞു. അന്നത്തെ ദേവസ്വം ബോർഡ് അത് മീറ്റിംഗ് കൂടി. ഇയാളെന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നതെന്ന് അവർക്കൊരു സംശയം വന്നതുകൊണ്ടും ഇയാളുടെ പേരിൽ അന്നേ അന്വേഷണം ഉണ്ടായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. നോക്കിക്കോണം, അവിടെ ഇരുന്നുകൊണ്ട് അമ്പലങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് അമ്പലം വിഴുങ്ങി ഏത് അമ്പലത്തിൽ ഏത് ആന വേണമെന്നും എല്ലാം തീരുമാനിക്കുന്ന ഇയാളാണ്. അപ്പോൾ ആ കാര്യം എന്താ? ഞങ്ങളുടെ ആനയെ വിളിക്കണമെന്ന് ഇയാളോടെന്ന് പറയും. മുരാരി ബാബുവിനെ പിടിച്ചാൽ കാര്യം നടക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെ അമ്പലത്തിന് ആനയെ നിർദ്ദേശിക്കുന്ന ഇയാളാണ്. മനസ്സിലായോ? ആ ആനയെ തന്നെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ പല കുഴപ്പത്തിലാക്കാൻ അവർക്ക് പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറല്ലേ, അയാൾ വിചാരിച്ചാൽ പലതും കുഴപ്പത്തിലാക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ടും ദേവസ്വം ആസ്ഥാനത്തിരുന്ന് നിർവഹിച്ച ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഗേജ ഫ്രോഡ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വീട് എവിടെ വെക്കാൻ കഴിയും? ഉത്സവം നടത്തിപ്പിന്റെ സ്പെഷ്യൽ ഓഫീസറാണ് ഇയാള്. അപ്പോ ശരിക്കും ആന ദേവസ്വം ചട്ടപ്രകാരം 15,000 രൂപ മാത്രമേ അനുവദിക്കാവൂ എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ആന ഒന്നിന് 1.48 ലക്ഷം രൂപ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിന്റെ 10 ഇരട്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു കണ്ണും മൂക്കൂലുണ്ട്. ഈ 23 എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നിയത് കൊണ്ടാണ് അവിടെ അന്വേഷണം വരുന്നത് തന്നെ. അപ്പൊ ഈ പറയുന്ന വൻകിട തരികിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, വാക്ക് കിട്ടില്ല ഇത്തരത്തിലുള്ള തരികിട എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാളെയാണ് പെരുന്നയിലാശാനൊക്കെ ആനയിച്ചു കൊണ്ടിരുന്നത്. അതാണ് മനസ്സിലാകുന്നത്. അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെയൊക്കെ പിടിച്ചു കയറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സമുദായമായാൽ മതിയോ? ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരാളെ ഇത്തരത്തിൽ എടുക്കുമ്പോ അയാളെ പറ്റി ഒരു വിശദമായ അന്വേഷണം നടത്തണ്ടേ? അത് ഏത് സമുദായത്തിൻ്റെതാണെങ്കിൽ. അതെ, മന്നം സമാധിയോടെയുള്ളതാണ് NSSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയിലേത്. ആ മന്നത്തിന്റെ ആത്മാവ്, സ്പന്ദിക്കുന്ന ആത്മാവ്, അത് വല്ലാതെ ഇദ്ദേഹം അവിടെ പ്രവേശിക്കുന്നത് കണ്ടിട്ട് വല്ലാതെ വിയർത്ത് കാണും. സ്പന്ദിക്കുന്ന ആത്മാവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അവിടെ അസ്വസ്ഥനായിട്ട് അദ്ദേഹത്തിൻ്റെ സമാധി പീഠം അതിൻ്റെ കല്ലറയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കാണും അസ്വസ്ഥനായിട്ട്. അത്ര ഗജ ഫ്രോഡിനെയാണ് അവിടെ സ്വീകരിച്ച് ആനയിച്ചത്. സുരേഷ് ഗോപിയെ പോലും പുറത്താക്കിയ ഒരു സ്ഥലത്താണ് ഒരു അഴിമതിയും കള്ളത്തരവും കാണിക്കാത്ത സുരേഷ് ഗോപിയെ പുറത്താക്കിയ സ്ഥലത്ത് ഈ കള്ളന്മാർ, ഇതല്ലാതെ പല കള്ളന്മാരും NSS കടന്ന് ഇറങ്ങുന്നുണ്ട്, അമ്പലം വിഴുങ്ങികൾ കടന്ന് ഇറങ്ങുന്നുണ്ട്. അതിനെ മാറ്റി അവർക്കും കൊള്ളാം, അത്രേ പറയും. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ എന്ന് പറയുന്ന കരയോഗം ഭാരവാഹിത്വം NSS നേതൃത്വത്തിന്റെ അടുപ്പക്കാരൻ, അതിന്റെ ഒരു പിൻബലമുണ്ട്. മാത്രമല്ല അതുവഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വലിയ സ്വാധീനമുള്ളയാള്. ഇതൊക്കെയാണ് ഇയാൾക്കുള്ള ഒരു മെറിറ്റായിട്ട് ഇയാൾ കണ്ടുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നത്. അവിടുത്തെ ശിവായിയായിട്ട് കയറിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവായി കയറിയതാണ്, പെട്ടെന്നാണ് കയറുന്നത്. അപ്പൊ ഇതിപ്പോ ഏറ്റുമാനൂർത്തെ ഒരു കാര്യം പുറത്തു വന്നു, ശബരിമലയിലെ ഒരു കാര്യം പുറത്തു വന്നു. ഇയാള് വർഷങ്ങളായിട്ട് പല പ്രമുഖ ക്ഷേത്രങ്ങളിലുമൊക്കെ ഉത്സവങ്ങൾക്കൊക്കെയും സ്ഥിരം സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പ് ഇയാള് ഉദ്യോഗസ്ഥനായിരുന്ന ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ടുണ്ടാകും. പിന്നെ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുമ്പോൾ ദേവസ്വം നിയമിക്കുന്നതാണ്. അപ്പോൾ എന്നെ അവിടെ അങ്ങനെ ആക്കാൻ അയാൾ ആവശ്യപ്പെട്ടിട്ട് തന്നെ ആക്കിയതായിരിക്കും. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വൻ ഫ്രോഡ് ഇതുപോലെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഇതുപോലെ വ്യാജം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉള്ള അവിടുത്തെ പിന്നെ അലങ്കാരങ്ങൾ മാറ്റിയിട്ട് വേറെ ആക്കി വെച്ചു എന്നാണ് പറയുന്നത്. ഇനി 7.5 പൊന്നാനെ തന്നെ ഈ ഏറ്റുമാനും ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ 7.5 പൊന്നാനെ അത് തന്നെയാണോ എന്ന് ശരിക്കും പരിശോധിച്ച് നോക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.